ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു എഗ് മസാല നൂഡിൽസിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സൂപ്പർബായ ടേസ്റ്റ് തന്നെയായിരിക്കും. ചെറിയ കുട്ടിയിൽ നിന്നും മുതിർന്നവർ പോലും ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കും. പക്ഷെ ഇത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ എങ്ങനെ ചെയ്യും എന്നാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. ഇത് എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. ഇത് ബാച്ചിലേഴ്സിന് പോലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കിടക്കുന്ന മുൻപായിട്ട് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാനിടുന്ന ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ റിഫൈൻഡ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഈ പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി സവാള ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്നവരെ, അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡ് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് 1.5 തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ചെറിയ രീതിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ തക്കാളി കുറച്ച് അധികമാണ് ചേർക്കുന്നത്, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി തക്കാളിയും ഈ സവാളയുടെ കൂടെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ച വാസനയൊക്കെ പോയി വരുകയും വേണം. ചെറുതായിട്ടൊന്ന് മാഷായി കിട്ടും. അപ്പോൾ ആ ഒരു രീതി വരുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മാഷായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേ 1 സ്പൂൺ തന്നെ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല പൊടി ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം നൂഡിൽസ് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ ഈ മസാലപ്പൊടികൾ ചേർക്കുന്ന മുമ്പായിട്ട് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ചായിരുന്നു. അതിനുശേഷമാണ് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ച വാസന ഒന്ന് മാറി വന്നോട്ടെ. ഇനി ഇതൊരു മുട്ട മസാല ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നല്ലൊരു വിസ്താരമായിട്ടുള്ള ഒരു പാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ മസാലകളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ പാൻ ആണെങ്കിൽ ആദ്യം ആ ഒരു പാനിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ചിക്കി എടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ആ മുട്ട ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എഗ് ബുർജി. ഇനി അടുത്തായിട്ട് നമ്മുടെ നൂഡിൽസിന്റെ പാക്കറ്റിൽ വരുന്ന ടേസ്റ്റ് മേക്കർ ആണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഇന്ന് ഇതിലേക്ക് 2 പീസ് നൂഡിൽസ് ആണ് ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 പാക്കറ്റ് ടേസ്റ്റ് മേക്കർ ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ ഇതും ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ ഈ നൂഡിൽസ് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ തന്നെ ചേർത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഉപ്മാവിൻ്റെ പരുവായിപ്പോൾ അത് കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ നൂഡിൽസ് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം മാത്രം മതി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിരിക്കുന്ന വെള്ളമെല്ലാം വറ്റിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നൂഡിൽസ് പാകത്തിന് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം തന്നെ മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാം. ഒന്നാമതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. രണ്ടാമതായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ നൂഡിൽസ് വേറെ ലെവലിലേക്കും എത്തുന്നതും. 1 ടീസ്പൂൺ മാത്രം നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ നെയ്യും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ നമ്മുടെ എഗ് മസാല നൂഡിൽസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചൂടോടെ ഇത് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇതൊരു ബൗൾ കഴിച്ചാൽ തന്നെ മതിയോ. വീട്ടിൽ 2 മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കുട്ടി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ചീസും കൂടി ഗ്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാനിടുന്ന ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും.
അത് മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്സും കമന്റ്സ് ആയിട്ട് അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നാളെ അവർക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു അത്യുഗ്ര റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.